ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് കുറച്ച് നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റ് ഉള്ള കുറച്ച് വില്ലകളാണ്. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ബഡ്ജറ്റിലുള്ള വില്ലകളാണ് ഇന്ന് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. 52 lakhs തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വീടുകൾ. അത് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ഹൈ റേറ്റിലൊന്നുമല്ല, 52 ലക്ഷത്തിനും 55 ലക്ഷത്തിനും ഇടയ്ക്കുള്ള കുറച്ച് വില്ലകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 52 എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ലാൻഡ് അളവൊന്നുമല്ല, എല്ലാം തന്നെ 4.5 സെന്റിൽ വരുന്ന വില്ലകളാണ്. 4.5 സെന്റ്, 4.6, 4.7 അങ്ങനെയുള്ള അത്യാവശ്യം നല്ല ലാൻഡ് അളവുകൾ തന്നെയാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. 52 ലക്ഷത്തിലാണ് ഇതിന്റെ പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നൊക്കെ ഏകദേശം നോക്കുവാണെങ്കിൽ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എക്സാക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 900 മീറ്റേഴ്സ്, 900 മീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്നും ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം. നമുക്ക് ഈ കാണുന്ന വില്ലകളിലേക്ക് വരുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ എല്ലാം തന്നെയുള്ള വീടുകളിലും മെജോറിറ്റി വീടുകളിലും 4-5 വീടുകളിൽ ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള ഒരു 4 വില്ലകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ വീടുകളുടെ എലിവേഷനൊക്കെ നിങ്ങൾ കാണുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയൊക്കെയാണ് ആക്സസിബിലിറ്റി എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ സ്ഥലത്തിന്റെ എക്സാക്ട് നെയിം വരുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയിൽ എരുമേലി എന്നാണ്. ബസ് റോഡിൽ നിന്നും 900 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കാക്കനാട് സൈഡിലേക്കൊക്കെ ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഏകദേശം 12 കിലോമീറ്റേഴ്സ്, 12 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്ററും, തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് 15 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് എടപ്പള്ളി സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 16 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ വീടുകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് മാർബിൾ ഹോംസിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് വില്ലകളാണ്. അപ്പോൾ നിങ്ങൾ തിരിച്ചെനിക്ക് തരേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച റോഡുകളാണ്. നമുക്ക് ഈ 4 വില്ലകൾ കൊടുക്കാനുള്ളത് എല്ലാം തന്നെ ഏകദേശം ഒരേ മോഡലൊക്കെ തന്നെയാണ് വരുന്നത്. എലിവേഷനൊക്കെ ഏകദേശം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനകത്തുള്ള ഒരു വീടെന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു വീടിന്റെ ലാൻഡ് അളവ് വന്നിട്ട് 4.5 സെന്റ് ആണ്. 4.5 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന 53 ലക്ഷം രൂപയുടെ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്നൊക്കെ ആദ്യം തുടങ്ങാം. സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനും ചെറിയ ഇടയ്ക്കൊരു ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായ ഡിസൈനിലൊക്കെയാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡ് വന്നിട്ട് ഡബിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വന്നിട്ട് 2 ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇത് വന്നിട്ടാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാർ പോർഷന്റെ ഏരിയയിലൊക്കെ വീടിന്റെ മുറ്റത്തേക്കൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അതിനിടയിലൂടെയൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ ബാക്കിലേക്ക് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മിഡിൽ ഭാഗത്തായിട്ടാണ്. ഇതിന്റെ 2 സൈഡിലൂടെയും ബാക്കിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വലിയ കിണർ കാണാം. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു വലിയ കിണറാണ്. ഇതിനകത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും നമുക്ക് ആ ഒരു നെറ്റ് മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്നതാണ്. റൈറ്റ് സൈഡിലേക്ക് ആണെങ്കിലും ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാക്കിലേക്ക് വരുന്ന സൈഡെല്ലാം വൃത്തിയായിട്ട് തന്നെ നല്ല ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. കിച്ചണിന്റെ ഒക്കെ ആ ഒരു ബാക്ക് സൈഡൊക്കെയാണ് ഈ കാണുന്നത്. ഏറ്റവും വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല, അവിടെയും ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. മുറ്റമായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. വീടിന്റെ എലിവേഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം, അത്യാവശ്യം ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന ഈ ഒരു സ്പേസിന്റെ ഈ ഒരു ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് തന്നെ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലായിട്ടാണ്. സിറ്റ് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു പില്ലറൊക്കെ വന്നിട്ടും ടെക്സ്ചർ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിനൊരു 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്തൊക്കെ വന്നിട്ടാണെങ്കിലും LED ലൈറ്റ് ഫിറ്റിംഗ്സും വീട് കംപ്ലീറ്റും ചെറിയ രീതിയിലൊക്കെ ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ഇതിന്റെ ഒരു എലിവേഷനും ഈ ഒരു സിറ്റ് ഔട്ടിന്റെ എൻട്രൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കിഴക്ക് ഭാഗത്തേക്കാണ് വീട് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മരത്തിന്റെ വർക്കുകളെല്ലാം തന്നെ വുഡുകളെല്ലാം ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയും ഒക്കെയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ട് ഒറ്റ ഒരു പാളിയായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്.
മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടെ ലിവിങ്ങിനായി കൊടുത്തിരിക്കുന്ന സ്പേസിലേക്കാണ്. താഴെ നമുക്ക് ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വോൾ ഇവിടെ കാണാം. നല്ലൊരു യെല്ലോയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വോൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രഞ്ച് മോഡൽ വിൻഡോയും ഇവിടെ നോർമൽ ആയിട്ടുള്ള 3 പാളിയുടെ വിൻഡോയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് TV ഒക്കെ വെക്കാനായിട്ട് അലോ ചെയ്തിരിക്കുന്ന സ്പേസ് ഇതാണ്. ഇത് നമുക്ക് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനുള്ള നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ലിവിംഗ് സ്പേസ് ഭംഗിയാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഡൈനിങ് റൂമിൽ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള കളറിലുള്ള പെയിന്റിങ്സ്. ഭംഗി എന്ന് വെച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറിലുള്ള പെയിന്റിങ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ റൂഫിംഗ് വർക്കുകളും ഒക്കെ ചെയ്ത് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിനകത്ത് മെയിൻ ആയിട്ട് വൈറ്റ് കളറാണ് പെയിന്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിലും ചില വോളുകളൊക്കെ വന്നിട്ട് കുറച്ച് കളർഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസും കാണാവുന്നതാണ്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് ഈ ഒരു വീട്ടിൽ താഴെ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്കാണ് ബെഡ്റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കിച്ചൺ ഉണ്ട്. അത് കണ്ടിട്ട് ആദ്യം അങ്ങ് പോവാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചണിന്റെ ഡോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല ഡിസൈനോട് കൂടി ഒരു ഗ്ലാസ് ഡോർ ഒക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ ഫ്ലോർ വന്നിട്ട് ഒരു വുഡൻ ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ഡോറുകളൊക്കെ വന്നിട്ട് ചെറിയൊരു ബ്ലൂ കളറും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടും അവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റികളൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരുപാട് നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ക്യാബിനറ്റ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് പുറത്തേക്കാണ്. നമുക്ക് അവിടെ വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു വീടിന് ചുറ്റിനും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നതെന്ന്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നമുക്കിത് കാണാനുള്ളത് വാഷ് ബേസിനാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ ഇട്ട് നല്ല നീറ്റ് ആയിട്ടും സേഫ് ആയിട്ടൊക്കെയാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത്. അതിന് താഴെയാണെങ്കിലും കബോർഡ് ഫെസിലിറ്റികളും മിററൊക്കെ കൊടുത്തിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ അവിടെ ഇരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് എന്റെ ബാക്കിൽ കാണുന്ന 2 ഡോറുകളും ഇവിടെ താഴത്തുള്ള 2 ബെഡ്റൂമുകളാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. ബെഡ്റൂമിന്റെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. എങ്കിൽ പോലും നമുക്കൊരു സിംഗിൾ കോട്ടാണ് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസും ഇവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വാർഡ്രോബ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ തീർത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ബ്ലാക്കും യെല്ലോയും എല്ലാ കളറുകളോടും കൂടി ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നമുക്കൊരു സിംഗിൾ കോട്ടാണ് ഇവിടെയും ആപ്റ്റ് ആയിട്ടുള്ളത്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ട് 3 വിൻഡോസ് ആണ് വരുന്നത്. ഒരു വോള് വന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വാർഡ്രോബ് വരുന്നതും ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ പോലെ തന്നെ ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെയും അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറൊക്കെ നല്ല ഡിസൈൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ സെയിം കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂമുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും നമുക്ക് പുറത്തേക്ക് വരാത്ത രീതിയിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ മുകളിലുള്ള കാഴ്ചകളാണ്. മുകളിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെയർ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വൈറ്റ് കളറിലുള്ള ടൈല് തന്നെയാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ 2 വിൻഡോസ് കാണാവുന്നതാണ്.
നേരെ നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് സ്റ്റെപ്പ് കയറി നേരെ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഏരിയ കാണാവുന്നതാണ്. അപ്പൊ ഈ നമ്മൾ നേരെ കടന്നു വരുന്ന ഭാഗത്തുള്ള ഈ ഒരു വോൾ നോക്കിയാലും കാണാം, താഴെ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പെയിന്റിംഗ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇത് വന്നിട്ട് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏരിയയിലാണ് വരുന്നത്. നമ്മൾ കിച്ചണിൽ കണ്ട പോലെ ഒരു ഗ്രിപ്പോട് കൂടി ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര പോർഷൻ നമുക്ക് വേണമോ അത്രയും ഭാഗം നമുക്ക് കവർ ചെയ്തെടുത്താൽ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടറിനുള്ള പൈപ്പ് ലൈനും അതുപോലെ പൈപ്പ് കണക്ഷൻ ഉള്ളതെല്ലാം തന്നെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു യൂട്ടിലിറ്റിക്കായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കോർണർ ഭാഗത്തായിട്ട് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ചെറിയൊരു സ്റ്റെപ്പ്, ലാഡർ സ്റ്റെപ്പ് കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി സ്പേസ് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ചെറിയ ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തേർഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും താഴെ കണ്ടതുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റാം. കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് പറയാം. മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഇതിന്റെയും ഒരു വോള് മാത്രം നല്ല ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ആയിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇവിടുത്തെയും ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിനകത്തുള്ള എല്ലാ ടൈലുകളുടെയും സെയിം ആ ഒരു കളർ കോമ്പിനേഷനുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഏകദേശം ബെഡ്റൂമുകളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു വോള് കിട്ടുന്നുണ്ട്. ഒരു TV യൂണിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നിൽക്കുന്നതിന്റെ രണ്ട് സൈഡായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു വോള് വന്നിട്ടും നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് കുറച്ച് വലുപ്പത്തിലൊക്കെ തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് റെയിൻ വാട്ടർ ഒന്നും വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു പോളി കാർബൺ ഷീറ്റ് കൊണ്ടുള്ള കവറിങ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഒരു ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഇതുപോലെ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു വീട് കാണാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചപ്പോൾ ഒരേ സൈഡിലായിട്ടാണ്, അതായത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള 3 വില്ലകളാണ് നമ്മൾ കണ്ടത്. അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടൊരു വീടുണ്ട്. അതിന്റെ ലാൻഡ് വരുന്നത് 5 സെന്റ് ആണ്. 5 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടിന്റെ വർക്ക് കഴിഞ്ഞു വരുവാണ്. നമുക്ക് ഈ സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ ആ വീട് പർച്ചേസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് ബാക്കിയുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിലും ഓണർ അത് തീർച്ചയായിട്ടും നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ആ കാണുന്ന 5 സെന്റ് തീർത്തിരിക്കുന്ന വീടിന് വരുന്ന വില 55 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര എരുമേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ 3 വീടുകളാണ് കണ്ടത്. 3 വീടുകളുടെയും സ്ക്വയർ ഫീറ്റുകളെല്ലാം തന്നെ സെയിം ആണ്. 1500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന 3 വീടുകളും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത് 4.4 തുടങ്ങി 4.4, 4.5, 4.6 ഇങ്ങനെയാണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. അതനുസരിച്ചിട്ട് തന്നെ പ്രൈസുകൾക്കും ഏകദേശം 1 ലക്ഷത്തിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ വില ഇതിനകത്ത് വരുന്നത് 52 ലക്ഷത്തിന്റെയാണ്. 52, 53, 54, ഓപ്പോസിറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് 55. ഇങ്ങനെയുള്ള പ്രൈസ് കാറ്റഗറികളിലുള്ള വീടുകളാണ് ഇവിടെ ഇന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. 4.4 സെന്റ് തുടങ്ങി മുകളിലേക്കുള്ള അളവുകളിലാണ് വീടുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിന്റെയും സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1500 ആണ്. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാം. ഒരു 25 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലായിടത്തേക്കും, നമുക്ക് ഇടപ്പള്ളി ആണെങ്കിലും തൃപ്പൂണിത്തുറ ആണെങ്കിലും എവിടേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 52 ആണ്. എൻഡിങ് പ്രൈസ് വന്നിട്ട് 55 ആണ്. ഈ വില്ലകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. മാർബിൾ ഹോംസിന്റെ ഒരു ഡിസ്കൗണ്ടും ഓണർ തരുന്ന ഒരു നെഗോസിയേഷനും എല്ലാം കൂടി നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഈ വില്ലകൾ സ്വന്തമാക്കാവുന്നതാണ്. ഇത് മാർബിൾ ഹോംസിലൂടെ മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് മാർബിൾ ഹോംസിന്റെ ഇൻസ്റ്റാ പേജിന്റെ ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.